ഹായ് ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചാണ്, ബാങ്കിങ് പ്രോസസ്സിനെ കുറിച്ചാണ്. അതായത് തൊട്ട് മുമ്പ് നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. ടൈപ്സ് ഓഫ് ബാങ്കിങ് മെയിനായിട്ട് വരുന്നത്, അതായത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ടൈപ്സ് ഓഫ് ബാങ്കിങ്. ചിലപ്പോൾ എസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പിൽ ചോദിക്കാം. ഫസ്റ്റ് ടൈപ്പ് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ് ആണ്. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഇറ്റ് റിഫേഴ്സ് ടു എ ബാങ്ക് ദാറ്റ് ഈസ് സിംഗിൾ, യൂഷ്വലി സ്മോൾ ബാങ്ക് ദാറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സർവീസസ് ടു ഇറ്റ്സ് ലോക്കൽ കമ്മ്യൂണിറ്റി. അതായത് ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ സിംഗിൾ ബ്രാഞ്ച് ബാങ്കുകളെ അല്ലെങ്കിൽ ബാങ്കിങ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ച് ബാങ്കിങ് ഉണ്ട് രണ്ടാമതായിട്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രിവലൻറ്റ് ബാങ്കിങ് സിസ്റ്റം ഇൻ ദ മെജോറിറ്റി ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തെ മെജോറിറ്റി ബാങ്കുകളുടെയും ടൈപ്പ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ബാങ്കിങ് ആണ്. അതായത് ഒരുപാട് സ്ഥലത്ത് ബ്രാഞ്ചുകൾ. അണ്ടർ ദിസ് സിസ്റ്റം എ ബിഗ് ബ്രാഞ്ച് ഹാസ് ബിഗ് ബാങ്ക് ഹാസ് എ നമ്പർ ഓഫ് ബ്രാഞ്ചസ് different part of the country and even many branches within a metropolitan city like Mumbai, Delhi, Chennai and Kolkata. അതായത് മെട്രോപൊളിറ്റൻ സിറ്റീസ് പോലത്തെ, അതായത് മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത പോലത്തെ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളും അതിന് പുറമെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് പല സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ഒരു വലിയ ബാങ്കിനെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. ആ ബ്രാഞ്ചുകളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രാഞ്ചുകൾ വെച്ച് റൺ ചെയ്യുന്ന ബാങ്കുകളെയാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തത് മോണോപ്പൊളി ബാങ്കിങ് ആണ്. ദിസ് സിസ്റ്റം ലീഡ്സ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മൊണോപ്പൊളി ബാങ്കിങ് ഇൻ ദ കൺട്രി. രാജ്യത്തെ മൊണോപ്പൊളി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലീഡർ ബാങ്കിനെ വിളിക്കുന്ന പേരാണ് മൊണോപ്പൊളി ബാങ്കിങ് എന്ന് പറയുന്നത്. വെൻ എ ഫ്യൂ ബിഗ് ബാങ്ക് ഓപ്പൺ ബ്രാഞ്ചസ് ഇൻ ഓൾ പാർട്ട് ഓഫ് ദ കൺട്രി, ദേ ലിമിറ്റ് കോമ്പറ്റീഷൻ ഇൻ ബാങ്കിങ് ആൻഡ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മൊണോപ്പൊളി ഇൻ ദ ബാങ്കിങ് ഇൻഡസ്ട്രി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാഞ്ച് ബാങ്കിങ്ങിൽ പെട്ട എന്നാൽ എല്ലാ ബാങ്കുകളേക്കാളും കൂടുതൽ കോമ്പറ്റീഷൻ ഇവരെ ലിമിറ്റിലായിരിക്കും. ദേ ലിമിറ്റ് കോമ്പറ്റീഷൻ ഇൻ ബാങ്കിങ്. കാരണം ഓൾമോസ്റ്റ് ഒരു മൊണോപ്പൊളി പോലെ ആ സ്ഥലത്ത് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് വിളിക്കുന്നത് മൊണോപ്പൊളി ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ലീഡർഷിപ്പ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഏത് സ്ഥലത്ത് വന്ന് ബ്രാഞ്ച് തുടങ്ങിയാലും ആ സ്ഥലത്തെ മൊണോപ്പൊളി പോലെ, അതായത് ആ ലീഡർഷിപ്പ് ആ ബാങ്കുകളുടെ കയ്യിലായിരിക്കും. ആ പ്രോസസ്സിനെയാണ് മൊണോപ്പൊളി ബാങ്കിങ് എന്ന് പറയുന്നത്. നാലാമത് ഗ്രൂപ്പ് ബാങ്കിങ് ആണ്. ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് 2 or more banks ആർ ഡയറക്ട്ലി കൺട്രോൾഡ് ബൈ എ കോർപ്പറേഷൻ ഓർ അസോസിയേഷൻ ഓർ ബിസിനസ് ട്രസ്റ്റ്. അതായത് ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിൽ, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ്റെ അണ്ടറിൽ, അതോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ അണ്ടറിൽ ഡയറക്റ്റ് കൺട്രോളിലുള്ള 2 അല്ല അതിലധികമോ വരുന്ന ബാങ്കിങ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിൽ നിരവധി ബാങ്കുകൾ അല്ലെങ്കിൽ നിരവധി ബ്രാഞ്ചസുകൾ. ഓക്കെ, സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് 2 or more banks ആർ ഡയറക്ട്ലി കൺട്രോൾഡ്. അതായത് 2 അതിലധികമോ ബാങ്കുകളെ ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, കോർപ്പറേഷൻ, അസോസിയേഷൻ ഓർ ബിസിനസ് ട്രസ്റ്റ്, ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് ബാങ്കിങ്. അഞ്ചാമത്തത് ചെയിൻ ബാങ്കിങ് ആണ്. ചെയിൻ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് ബാങ്കിങ്. ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഇൻ വിച്ച് 2 or more banks ആർ ബ്രോട്ട് അണ്ടർ കോമൺ കൺട്രോൾ ബൈ എ ഡിവൈസ് അതർ ദാൻ ദ ഹോൾഡിംഗ് കമ്പനി. ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത് ബാങ്കിങ്ങിൻ്റെ മറ്റൊരു ഫോമാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഇൻ വിച്ച് 2 or more banks ആർ ബ്രോട്ട് അണ്ടർ കോമൺ കൺട്രോൾ. അതായത് 2 അതിലധികമോ ബാങ്കുകൾ അവർ ഏറ്റെടുത്ത് ഒരു കോമൺ കൺട്രോളിലേക്ക്, അല്ലെങ്കിൽ ഒരു കോമൺ ഡിവൈസിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത്. മിക്സ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത് ഇഫ് ദ ബാങ്ക് പ്രൊവൈഡ്സ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ടു ദ ഇൻഡസ്ട്രീസ്. അതായത് ഇൻഡസ്ട്രീസിന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന, 2 ലോണുകളും പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെയാണ് മിക്സ്ഡ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തത് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് ആണ്. കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ബാങ്കിങ് സിസ്റ്റം. അതായത് എ കറസ്പോണ്ടൻറ്റ് ബാങ്ക് ഈസ് ഓൺ വിച്ച് കണക്ട് ദ 2 ബാങ്ക്സ് അണ്ടർ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം. അതായത് നമ്മൾ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ 2 ബാങ്കുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കറസ്പോണ്ടൻറ്റ് ബാങ്ക്. അതാണ് അങ്ങനത്തെ ഒരു സിസ്റ്റത്തെയാണ് കറസ്പോണ്ടിങ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിൽ പഠിക്കാനുള്ളത്. ഇത് തീർച്ചയായും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഈ 7 ഹെഡിങ്ങുകൾ കീ പോയിൻറ്റ്സ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ്
ഓർത്തിരിക്കുക. ഓക്കെ, ചിലപ്പം ഇതിലേതെങ്കിലും ഒരു ബാങ്ക് എന്താണ് എന്ന് ചിലപ്പം 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പിൽ ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.